my dears. അടുത്തൊരു വീഡിയോ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് തന്നെയാണ്. മറ്റു പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ടച്ച് ചെയ്തു പോകുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം, സാമ്യതകളും എന്താണ്? Similarities and dissimilarities of physical capital and human capital. Similarities and dissimilarities. ബന്ധങ്ങളും സാമ്യതകളും ഡിസിമിലാരിറ്റീസ് അതിന്റെ തമ്മിലുള്ള വ്യത്യാസങ്ങളും എന്തെല്ലാമാണ്? അപ്പോൾ നമുക്കറിയാം both physical capital and human capital are very important for growth. രണ്ടും വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ മനുഷ്യരും നന്നാവണം, അതേ രീതിയിൽ നമ്മുടെ നാട്ടിലെ വിഭവങ്ങൾ, മറ്റു ഫിസിക്കൽ വിഭവങ്ങൾ നന്നാവണം. അല്ലെ, ബെഞ്ച്, പേന, ഡെസ്ക്, നമ്മൾ ഈ കാണുന്ന എല്ലാം ഫിസിക്കൽ ക്യാപിറ്റലാണ്. മനുഷ്യ മൂലധനം അല്ലാത്ത മറ്റെല്ലാം നമുക്ക് ഫിസിക്കൽ ക്യാപിറ്റൽ ആയിട്ട് പറയാം. അപ്പൊ മനുഷ്യൻ മാത്രം നന്നായിട്ട് കാര്യമില്ല. നമ്മൾക്ക് ഒരു ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ നല്ലൊരു ഹ്യൂമൻ ക്യാപിറ്റലാണ്. അയാൾക്ക് ആപ്പിൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ഏത് കളറിലാണ് ആപ്പിൾ വരേണ്ടത്, ഏതായിരിക്കണം ആപ്പിള്, എങ്ങനെയൊക്കെ എന്തൊക്കെ വളങ്ങള്, എന്തൊക്കെ രീതിയിൽ, ഏത് മാസത്തിന് ഏത് സമയത്ത് എങ്ങനെ വളം, എങ്ങനെ വിത്തിറക്കണം, എങ്ങനെ വളം ചേർക്കണം, ഇങ്ങനെ ധാരാളം അറിവുകൾ, സ്കില്ലുകൾ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അതേ രീതിയിൽ ഇദ്ദേഹം വിൽക്കുന്ന ഒരു ആപ്പിൾ അതേ രീതിയിൽ നല്ലൊരു ആപ്പിൾ ആണെന്ന് പറയണമെങ്കിൽ ആപ്പിളിന് നേരത്തെ പറഞ്ഞില്ലേ, നല്ല കളറ്, നല്ല ആകൃതി, അല്ലെ, നല്ല അതിന്റെ ഷേപ്പും കാര്യങ്ങളെല്ലാം ക്ലിയർ ആവണം. അപ്പൊ ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും രണ്ടിനും രാജ്യത്തിന്റെ വളർച്ചയിൽ പങ്കുണ്ട്, അല്ലെ, വളർച്ചയിലും വികാസത്തിലും പങ്കുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്, സിമിലാരിറ്റീസ് ഉണ്ട്, അതേ രീതിയിൽ ചില ഡിസിമിലാരിറ്റീസ് ഉണ്ട്, ചില അകൽച്ചയുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ സിമിലാരിറ്റീസ് നോക്കാം, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധങ്ങൾ. ഫസ്റ്റ് വൺ, the physical capital and human capital, both forms of capital formation are the result of conscious investment decisions. Conscious investment decisions എന്താണ്? രണ്ടും ശരിക്ക് ബോധപൂർവമായ നിക്ഷേപ തീരുമാനങ്ങളുടെ ഫലമാണ്. ബോധപൂർവമായിട്ട് നിക്ഷേപ തീരുമാനങ്ങളുടെ ഫലമാണ്. ഒരു ഫിസിക്കൽ ക്യാപിറ്റൽ ആണെങ്കിലും അതിൽ ബോധമായിട്ട് നമ്മൾ ഒരു ഫിസിക്കൽ ക്യാപിറ്റൽ ഉൾപ്പെടുത്തണമെങ്കിൽ നല്ല ബോധത്തോടു കൂടി തന്നെ നിക്ഷേപിക്കണം, അല്ലെ, രണ്ടിലും നല്ല ബോധപൂർവമായ നിക്ഷേപമാണ്. ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ആണെങ്കിലും അതേ രീതിയിൽ ഒരു മനുഷ്യൻ നന്നാണോ എന്ന് പറഞ്ഞില്ലേ, ഹെൽത്തിനും എഡ്യൂക്കേഷനും ട്രെയിനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് നല്ല ബോധപൂർവമായിട്ടുള്ള നിക്ഷേപമാണ്. അതേ രീതിയിൽ ഒരു ഫിസിക്കൽ ക്യാപിറ്റൽ, ഒരു ബുക്ക് ഉണ്ടാവണമെങ്കിൽ ആ ബുക്ക് നല്ല രീതിയിൽ ആവണമെങ്കിൽ അതിന്റെ പേപ്പറുകൾ എങ്ങനെയായിരിക്കണം, അതിന്റെ ബൈൻഡിങ് എങ്ങനെയായിരിക്കണം, അതിന്റെ മാർജിൻസ് എങ്ങനെയായിരിക്കണം, അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം, അതിന്റെ വലിപ്പം, നീളം, വീതി എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള ബോധപൂർവമായിട്ടുള്ള തീരുമാനമാണ്. അപ്പോഴേ അതൊരു നല്ല ബുക്കായി തീരുള്ളൂ. അപ്പൊ ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽസ് ആർ ദ കോൺഷ്യസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. കോൺഷ്യസ് ഇൻവെസ്റ്റ്മെന്റ്, ഒരു ബോധപൂർവമായ നിക്ഷേപ തീരുമാനങ്ങളുടെ ഫലമാണ് രണ്ടും. അത് രണ്ടും രണ്ടിനും അതുണ്ട്. അപ്പൊ രണ്ടിന്റെയും സിമിലാരിറ്റീസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ സിമിലാരിറ്റീസ്, both forms of capitals are mobile between countries with some restrictions. ചില നിയന്ത്രണങ്ങളോട് കൂടിയിട്ട് രണ്ടിനും രാജ്യങ്ങളിലൂടെയും രാജ്യങ്ങൾക്ക് പുറത്തും രാജ്യങ്ങൾക്ക് അതീതമായിട്ട് രണ്ടിനും സഞ്ചരിക്കാൻ പറ്റും. രണ്ടും ചലനാത്മകമാണ്, അല്ലെ, രണ്ടു തരം മൂലധനവും രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്താവുന്നതാണ്. മൊബൈൽ ആണ്, മൊബൈൽ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതാണ്, എത്തുന്നതാണ്. മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ്, രാജ്യങ്ങളിൽ തമ്മിൽ എത്തുന്നതാണ്, രാജ്യങ്ങളിൽ കടന്നു പോകാൻ പറ്റുന്നതാണ്, രാജ്യങ്ങളിലെ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് എത്താവുന്നതാണ്. മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ് രണ്ടിനും. ആളുകൾ വിദേശത്ത് പോവാറില്ലേ, സാധനങ്ങൾ പോവാറില്ലേ? നമ്മുടെ രാജ്യത്ത് നിന്ന് എന്തൊക്കെ സാധനങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു, നമ്മുടെ രാജ്യത്ത് എത്ര പേര് വിദേശത്തേക്ക് പോകുന്നു, എത്ര ആളുകൾ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പം രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും
ഇങ്ങോട്ടും പോകുന്നത്. അതാണ് മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ്. സാധനങ്ങളും ആളുകളും രണ്ടിന്റെയും സിമിലർ ആയിട്ടുള്ള ബന്ധമാണ്. ഇനി മൂന്നാമത്തെ ബന്ധം നമുക്ക് പറയാം. ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽസ്, രണ്ട് തരത്തിലുള്ള മൂലധനങ്ങളും ഡിപ്രീഷിയേറ്റ് വിത്ത് ടൈം. അല്ലെ, ഒരു സമയം കഴിഞ്ഞാൽ തേയ്മാനം സംഭവിക്കുന്നുണ്ട്. മനുഷ്യ മൂലധനത്തിനും ഫിസിക്കൽ ക്യാപിറ്റൽ അല്ലെ ഭൗതിക മൂലധനത്തിനും കുറച്ചു കഴിഞ്ഞാൽ തേയ്മാനം സംഭവിക്കും. അതെങ്ങനെയാ തേയ്മാനം സംഭവിക്കുക നമുക്ക് പറയാം. ഇപ്പോ രണ്ടിനും തേയ്മാനം. ഇപ്പൊ മനുഷ്യ മൂലധനം അല്ലെ കുറച്ചു കഴിഞ്ഞാൽ മനുഷ്യ മൂലധനം, നമ്മുടെ മനുഷ്യ മൂലധനം കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ പെൻഷനും കാര്യങ്ങളൊക്കെ ആവുന്നത് എന്താണ്? കാരണം പിന്നീട് നമുക്ക് ആരോഗ്യം കുറഞ്ഞു വരും അല്ലെ. കുറെ കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യം കുറഞ്ഞു വരും. അതേ രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കുറെ മറന്നു പോകും. ഇങ്ങനെ നമ്മുടെ ആ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നുള്ള ക്വാളിറ്റീസ് പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ അത് ഡിപ്രീസിയേഷൻ സംഭവിക്കുകയാണ് മനുഷ്യ മൂലധനം. ഇനി കുറെ കഴിയുമ്പോ ഫിസിക്കൽ ക്യാപിറ്റലിന് അങ്ങനെയല്ലേ. ഇപ്പൊ ഒരു ഡെസ്ക് കുറെ കഴിഞ്ഞാൽ നമ്മള് ആ ഡെസ്ക് എന്താവും? കുറെ തേയ്മാനം സംഭവിക്കും അല്ലെ. അതിന് നെറ്റളകി, ബോൾട്ട് പോയി, അല്ലെങ്കിൽ സ്ക്രൂ പോയി, അങ്ങനെ കേടായി, അങ്ങനെ കുറേശ്ശെ ഡിപ്രീസിയേഷൻ സംബന്ധിച്ച് മാന്ദ്യം സംഭവിച്ച് അത് ഇല്ലാതാവും. അതേ രീതിയിൽ തന്നെയാണ് മനുഷ്യ മൂലധനവും രണ്ടും ഡിപ്രീസിയേഷൻ സംഭവിക്കും എന്നുള്ളതാണ് ബന്ധം. ഇനി നാലാമത്തെ ബന്ധം കൂടി പറയാം. ബോത്ത് ഫോംസ് ഓഫ് contribute to economic growth and development. ഫിസിക്കൽ ക്യാപിറ്റലിനും ഹ്യൂമൻ ക്യാപിറ്റലിനും ഇക്കണോമിക് സാമ്പത്തിക വളർച്ചയിലേക്കും വികാസത്തിലേക്കും സംഭാവന ചെയ്യാൻ കഴിയും. രണ്ടിന്റെയും സംഭാവനയുണ്ട് അല്ലെ. മനുഷ്യരുടെയും അത് ഫിസിക്കൽ ക്യാപിറ്റലിന്റെയും സംഭാവന സാമ്പത്തിക വളർച്ചയിലും വികാസത്തിലുമുണ്ട്. നമ്മുടെ GDP വളരുന്നതിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കയറ്റി അയക്കുന്നതിൽ നിന്നുള്ള വരുമാനം നമ്മുടെ GDP-യിലേക്ക് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ തൊഴിൽ ചെയ്തുണ്ടാക്കുന്ന വരുമാനം നമ്മുടെ GDP-യിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആളുകൾ കൊണ്ടും സാധനങ്ങൾ കൊണ്ടും ഫിസിക്കൽ ക്യാപിറ്റൽ കൊണ്ടും ഹ്യൂമൻ ക്യാപിറ്റൽ കൊണ്ടും നമ്മുടെ രാജ്യത്തിലെ വളർച്ചയും വികാസവും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് രണ്ടിന്റെയും സിമിലാരിറ്റീസ് ആണ്. ഇനി നമുക്ക് 4 സിമിലാരിറ്റീസ് നമ്മളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് ഡിസ്സിമിലാരിറ്റീസ് നോക്കാം. എന്തൊക്കെയാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഇപ്പൊ രണ്ടിനുള്ള ഒരേ ബന്ധങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിന്റെ വ്യത്യാസങ്ങളാണ്. ഫസ്റ്റ് വൺ, physical capital formation is an economic and technological process. Physical capital formation, ഭൗതിക വസ്തുക്കൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പേനയും ബുക്കും പെൻസിലും ഫാനും ബെഞ്ചും ഡെസ്ക് ഇങ്ങനെയുള്ള ഫിസിക്കൽ ക്യാപിറ്റൽസ് എല്ലാം എന്താണ്? ഇക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ പ്രോസസ് അല്ലെ. ഒരു സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ ഒരു ടെക്നോളജിയിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. എന്നാൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് പാർട്ട്ലി ദ റിസൾട്ട് ഓഫ് ദ കോൺഷ്യസ് ഡിസിഷൻസ് ആൻഡ് ദ സോഷ്യൽ പ്രോസസ് അല്ലെ. പാർട്ട്ലി ദ സോഷ്യൽ പ്രോസസ്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശരിക്ക് ഒരു കോൺഷ്യസ് ഡിസിഷൻ ആണ്. എന്നാൽ ഒരു ബോധപൂർവമായ തീരുമാനങ്ങളിൽ നിന്നാണ് ഹ്യൂമൻ ക്യാപിറ്റൽസിന്റെ ക്വാളിറ്റീസ് വരുന്നത്. ഫിസിക്കൽ ക്യാപിറ്റലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ ബുക്കിന്റെ ഭംഗിയും അതിന്റെ പേജിന്റെ ഭംഗിയും അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെയുള്ള ഒരു ടെക്നോളജിയുടെ ഭംഗിയാണ് ഫിസിക്കൽ ക്യാപിറ്റലിനുള്ളത്. അല്ലെങ്കിൽ എക്കണോമിക്സ് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ ഭംഗിയാണ് ഫിസിക്കൽ ക്യാപിറ്റലിനുള്ളത്. എന്നാൽ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഭംഗി എന്താണ്? അവന്റെ ബുദ്ധിയിൽ നിന്നാണ് അല്ലെ. അവന്റെ ബുദ്ധിയാണ്. സോ കോൺഷ്യസ് ഡിസിഷൻ ആണ്, ബൗദ്ധികപരമായുള്ള തീരുമാനങ്ങളാണ് അതിന്റെ ഭംഗി. ഹ്യൂമൻ ക്യാപിറ്റൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഓക്കെ, then secondary dissimilarity, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം പറയാം. ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് ടാഞ്ചിബിൾ. ഫിസിക്കൽ ക്യാപിറ്റൽ നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കാൻ പറ്റും. ഈ സ്കെയിൽ ഒരു ഫിസിക്കൽ ക്യാപിറ്റൽ ഇത് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും അല്ലെ. ദിസ് ഈസ് ടാഞ്ചിബിൾ. നല്ല മിനുസമുണ്ട്, ഇത്ര വലിപ്പമുണ്ട്, വീതി ഉണ്ട്, 30 സെന്റിമീറ്റർ നീളമുണ്ട്. ഇത് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും, ഇതിന്റെ ആകൃതി, ഷേപ്പ് ഒക്കെ അല്ലെ. എന്നാൽ ഒരു മനുഷ്യനുള്ള വിദ്യാഭ്യാസം നമുക്ക് പോയി തൊട്ട് നോക്കാൻ പറ്റും. ഇയാൾക്ക് ഇപ്പൊ എത്ര അറിവുണ്ട്, ഇയാളുടെ ആരോഗ്യം എത്ര ഉണ്ട്, മുന്തി നോക്കാൻ പറ്റുമോ, തള്ളി നോക്കാൻ പറ്റുമോ, എന്നിട്ട് പറയാൻ പറ്റുമോ ഇയാൾക്ക് ഇത്ര ശതമാനം ആരോഗ്യമുണ്ട്? ഇല്ല. അപ്പൊ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ ആണ്.
human capital is intangible, but the physical capital is tangible and can sold in the market. അല്ലെ? ഈ ഫിസിക്കൽ ക്യാപിറ്റൽ നമുക്ക് സ്പർശനീയമാണ്, ടാഞ്ചിബിൾ ആണ്, ഇത് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും, നേരിട്ട് കൊടുക്കാൻ പറ്റും. ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് നോട്ട് ടാഞ്ചിബിൾ. ഹ്യൂമൻ ക്യാപിറ്റൽ സ്പർശനീയമല്ല. വിദ്യാഭ്യാസവും ആരോഗ്യവും നമുക്ക് കിട്ടിയ തൊഴിൽ പരിശീലനവും നമ്മുടെ വിവരമൊന്നും തൊട്ടു നോക്കാൻ കഴിയില്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സോൾഡ് ഇൻ ദ മാർക്കറ്റ്. ഈ വിവരവും വിദ്യാഭ്യാസവും മാർക്കറ്റിൽ പോയി കൊണ്ടുപോയി വിൽക്കാനും പറ്റില്ല. അപ്പൊ ഒന്ന് ടാഞ്ചിബിൾ ആണ് ഫിസിക്കൽ ക്യാപിറ്റൽ, അത് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും. ഹ്യൂമൻ ക്യാപിറ്റൽ ടാഞ്ചിബിൾ അല്ല, സ്പർശനീയമല്ല, മാർക്കറ്റിൽ വിൽക്കാനും പറ്റില്ല. Then third point, physical capital is separable from its owner. Physical capital അതിന്റെ ഉടമയിൽ നിന്ന് വേർപെടുത്താൻ പറ്റും. But human capital is not separable from owner. ഉടമയിൽ നിന്ന് വേർപെടുത്താൻ പറ്റില്ല. അല്ലേ? എന്റെ അടുത്തുള്ള ഒരു പേന അല്ലേ, ഇതൊരു ഫിസിക്കൽ ക്യാപിറ്റലാണ്. ഇത് എന്നിൽ നിന്ന് വേർപെടുത്താൻ പറ്റും, മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റും, വേർപെടുത്താൻ പറ്റും. സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. ഈ ഓണറിൽ നിന്നത് വേർപെടുത്താൻ പറ്റും. എന്നാൽ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലോ, വിദ്യാഭ്യാസം, നോട്ട് സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. അല്ലെ? ഈ ഓണറിൽ നിന്ന് അത് വേർപെടുത്താൻ പറ്റില്ല. ഞാൻ എത്ര ആൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുത്താലും, എത്ര ആൾക്ക് പറഞ്ഞു കൊടുത്താലും എന്റെ വിദ്യാഭ്യാസം എന്നിൽ തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ ഞാൻ എന്റെ പേന മറ്റൊരാൾക്ക് എടുത്തു കൊടുത്താൽ ആ പേന എന്റെ കയ്യിൽ നിന്ന് പോയി, അല്ലെ? മറ്റൊരാൾക്ക് കൊടുത്തു, അത് എന്നിൽ നിന്ന് വേർപെട്ടു, അത് വേർപെടുത്താൻ പറ്റും. എന്നാൽ ഹ്യൂമൻ ക്യാപിറ്റൽ വേർപെടുത്താൻ കഴിയില്ല, നോട്ട് സെപ്പറബിൾ ആണ്. ഒന്ന് സെപ്പറബിൾ ആണ്, മറ്റൊന്ന് നോട്ട് സെപ്പറബിൾ ആണ്. ഒന്ന് വേർപെടുത്താൻ കഴിയുന്നു, മറ്റൊന്ന് വേർപെടുത്താൻ കഴിയില്ല. നാലാമത്തെ കാര്യം, ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് മോർ മൊബൈൽ ദാൻ ഹ്യൂമൻ ക്യാപിറ്റൽ. ഏറ്റവും കൂടുതൽ മൊബിലിറ്റി ഉള്ളത് ഫിസിക്കൽ ക്യാപിറ്റലിനാണ്. ഏത് സ്ഥലത്തേക്ക് കൂടുതൽ പോകാനും ഫിസിക്കൽ ക്യാപിറ്റലിനാണ് ഹ്യൂമൻ ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ പോകാൻ കഴിയുള്ളൂ. കാരണം ഫിസിക്കൽ ക്യാപിറ്റല് ധാരാളം കയറ്റി അയക്കപ്പെടുന്നത്, അല്ലെ? ഹ്യൂമൻ ക്യാപിറ്റലിനേക്കാളും ഏറ്റവും കൂടുതൽ മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് വരുന്ന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മൊബിലിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ആളുകളെക്കാൾ കൂടുതലും സാധനങ്ങളാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ നിൽക്കും, എന്നാലും ഞാൻ ഇന്ന് കടയിൽ കൊടുത്ത എന്റെ ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു പേന, അല്ലെങ്കിൽ ഒരു പേന, ഒരു കടയിലെത്തിയ പേന എത്ര സ്ഥലത്തൂടെ ചലിച്ചിട്ടാണ് വരുന്നത്, അല്ലെ? അപ്പൊ ഹ്യൂമൻ ക്യാപിറ്റലിനാണ് ഒരുപാട് മൊബിലിറ്റി ഉള്ളത്, മൊബിലിറ്റി കുറവുള്ളത്. ഫിസിക്കൽ ക്യാപിറ്റലിനാണ് മൊബിലിറ്റി കൂടുതലുള്ളത്. ഹ്യൂമൻ ക്യാപിറ്റൽ മൊബിലിറ്റി കുറവാണ്. മറ്റതിനെ പോലെ അത് അങ്ങനെ ചലനാത്മകമല്ല. ഓക്കെ, then physical capital. അഞ്ചാം ഫിസിക്കൽ ക്യാപിറ്റൽ. നേരത്തെ നമ്മൾ പറഞ്ഞത് രണ്ടും ഡിപ്രീഷിയേറ്റ് ആവുന്നു, അല്ലെ? അത് രണ്ടിന്റെയും സിമിലാരിറ്റി ആണ്. എന്നാൽ അതേ സിമിലാരിറ്റിയെ തന്നെ നമുക്ക് ഡിസിമിലാരിറ്റി ആക്കി പറയാം. ഇപ്പൊ ഫിസിക്കൽ ക്യാപിറ്റൽ ഡിപ്രീഷിയേറ്റ് വിത്ത് യൂസ്. രണ്ടും ഡിപ്രീഷിയേറ്റ് ആണെന്നുള്ള സിമിലാരിറ്റി. ഈ ഡിപ്രീഷിയേറ്റിനെ നമുക്ക് ഡിസിമിലാരിറ്റി ആയിട്ട് എങ്ങനെ പറയാം? ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് ഡിപ്രീഷിയേറ്റ് വിത്ത് യൂസ്. ഫിസിക്കൽ ക്യാപിറ്റൽ ഡിപ്രീഷിയേഷൻ ആവുന്നത് ഉപയോഗിക്കുന്നവരാണ്. ഇപ്പൊ ഒരു പേന ഡിപ്രീഷിയേഷൻ ആവുന്നപ്പോഴാണ്, കേടുവരുന്നപ്പോഴാണ്, ഉപയോഗിച്ച് മഷി തീരുമ്പോഴാണ്. ആ ഉപയോഗത്തിനനുസരിച്ചാണ് ആ പേന തീരുന്നത്, അല്ലെ? വളരെ റഫായിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോ പെട്ടെന്ന് കേടും. ഇപ്പൊ ഒരു മൊബൈൽ എപ്പോഴാണ് നമ്മൾ ഡിപ്രീഷിയേഷൻ ആവുന്നത്? മൊബൈൽ നമ്മൾ ഗെയിമും കണ്ടു എല്ലാം കണ്ട് നമുക്ക് ഫുൾ ടൈം മൊബൈൽ ഉപയോഗിച്ച് അങ്ങനെ അതിന്റെ ഉപയോഗത്തിനനുസരിച്ച് ആ മൊബൈൽ കേടുവരും, ഡിപ്രീഷിയേഷൻ ആവും. എന്നാൽ ഹ്യൂമൻ ക്യാപിറ്റൽ എപ്പോഴാണ് ഡിപ്രീഷിയേഷൻ ആവുന്നത്? വിത്ത് ഏജിങ്, അല്ലെ? വയസ്സാവുമ്പോഴാണ്. വയസ്സിനനുസരിച്ചാണ്. വയസ്സാവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസം, അല്ലെ? നമുക്ക് കുറെ പ്രായം കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് നമുക്ക് ഇങ്ങനെ മറന്ന് ഓർമ്മയിൽ വരാതെ ആവും, അല്ലെ? പ്രായമുള്ള ആളുകൾ ഇങ്ങനെ നടക്കുമ്പോൾ വിറയ്ക്കുന്ന കണ്ടില്ലേ? വിറയുന്നു. എന്തുകൊണ്ടാണ്? ചെറുപ്പത്തിൽ അവർ അങ്ങനെ ആയിരുന്നു? അല്ല, ഏജ് ആയപ്പോൾ അവിടെ ഹ്യൂമൻ റിസോഴ്സ് ആയിട്ടുള്ള ആരോഗ്യം കുറഞ്ഞു പോയി. വിത്ത് ഏജ്, ഡിപ്രീഷിയേറ്റ് വിത്ത് ഏജ്, അല്ലെ? ആരോഗ്യം കുറഞ്ഞു പോയി. ജോബ് ട്രെയിനിങ്. ഇനി അവർക്ക് എന്ത് ട്രെയിനിങ്, അല്ലെ? പ്രായമായ പിന്നെ അവർക്ക് അത്തരത്തിലുള്ള പരിശീലനങ്ങൾ, അല്ലെ? ഒരുപാട് ടെക്നോളജിക്കലി ഇൻക്രീസ് ചെയ്ത ലോകത്തെ കുറിച്ചൊന്നും അവർക്ക് ഇനി മറ്റൊരു ട്രെയിനിങ് അവർക്ക് ഉണ്ടാവില്ല. ദെൻ ഇൻഫർമേഷൻ അവർക്ക്
കഴിയില്ല. ഇതിനൊക്കെയുള്ള ശേഷി അവർക്ക് ഇല്ലാതാവും. അത് ഡിപ്രീഷിയേറ്റ് വിത്ത് ഏജ്. എന്നാൽ ഫിസിക്കൽ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതനുസരിച്ച് കേടുവരും. ഹ്യൂമൻ ക്യാപിറ്റൽ വയസ്സാകുന്നതനുസരിച്ച് ഡിപ്രീഷിയേറ്റ് ആവും, കേടുവരും. അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് രണ്ടിന്റെയും വ്യത്യാസങ്ങൾ ഈ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഇത് വളരെയധികം മനസ്സിലാക്കി വെക്കുക, സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും. ഓക്കെ, താങ്ക്സ് ടു ആൾ.